ഞാനും ഉണ്ടാക്കി മസാല ദോശ. ഇപ്പം നമുക്കതിൻ്റെ പൊടിയൊന്ന് അടിച്ച് നോക്കിയാൽ വാവ്, നമ്മുടെ മസാല ദോശ ഒരു സ്പെഷ്യലാണ്. കണ്ടു നോക്കിയാലോ ഫ്രണ്ട്സ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ദോശയ്ക്ക് വേണ്ടി മാവ് അരച്ചെടുത്തതാണ്. നമ്മളൊരു മടക്ക് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അരി ഉഴുന്ന് മാറ്റിയതാണ്. നമ്മൾ മസാല ദോശ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിന് നമ്മൾ എരിവുള്ള ഫില്ലിംഗ് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നൊരു മധുരമുള്ള ഫില്ലിങ് വെച്ചിട്ടൊരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. നമ്മളെന്നും ഒരുപോലെ മസാല ദോശ കഴിക്കുന്നത് ശരിയല്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ചക്കയുടെ സീസണാണ്. നമുക്ക് മധുരമുള്ള ഒരു മസാല ദോശയും കഴിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടുന്ന ഫില്ലിങ്ങിനുള്ള സാധനമാണ് ചക്ക. ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇച്ചിരി ശർക്കര ചേർത്തിട്ടുണ്ട്, തേങ്ങ. മധുരമൊക്കെ ചക്കയ്ക്ക് മധുരമുണ്ട്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. ഷുഗറുകാർ കഴിക്കുന്നെന്നുണ്ടെങ്കിൽ മധുരം ചേർക്കാതെ തന്നെ എടുക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇച്ചിരി ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്താലോ. ആദ്യമേ തന്നെ നമുക്ക് ക്രഷ് ചെയ്ത് ചക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കരയൊക്കെ ഒരുപാട് ഇടണ്ട, ഞാൻ കുറച്ചേ ഇടത്തുള്ളൂ. മധുരം ചക്കയ്ക്ക് ഒരു മധുരം ഉണ്ടല്ലോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇടാൻ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി. മധുരം ബാലൻസ് ചെയ്യാൻ എപ്പോഴും നമ്മൾ സ്വല്പം ഉപ്പിടണം. ഈ ഏലക്ക ഇട്ട് കൊടുക്കുക, തേങ്ങ ഇട്ട് കൊടുക്കുക, എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്ത് ഇനി നമുക്ക് തയ്യാറാക്കാം. ഇത് ചുട്ടെടുക്കാം. ദോശമാവ് വേവുന്നതിനൊപ്പം തന്നെ നമ്മൾ ഫില്ലിങ് കൂടെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒന്നുകൂടെ വെന്ത് കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എടുക്കാം. നമ്മളിവിടെ കുറച്ചേ എടുക്കുന്നുള്ളൂ, കാരണം മധുരം ആയതുകൊണ്ട്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ മധുരം ചേർക്കണം. പ്രായമുള്ളവർ അതിൽ കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം. ദോശ റെഡിയായി. നമുക്കിനി ഇത് മടക്കി വെക്കാം. അപ്പോൾ നമ്മുടെ മസാല ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി വീണ്ടും അടുത്തത് കോരി ഒഴിക്കാം. ഫില്ലിങ് ഇട്ട് കൊടുക്കാം. നമുക്ക് മടക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഉണ്ടല്ലേ, എന്താ ഒരു ഭംഗി, നല്ല ഒരു മണമാണ് വരുന്നത്. കുട്ടികൾ എന്തായാലും ഇത് കഴിക്കും. ഇനിയിപ്പോൾ വേനൽ അവധിയൊക്കെയാണ്. കുട്ടികൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വൈകിട്ടോ രാവിലെ എപ്പം വേണമെങ്കിലും അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് എടുത്ത വീഡിയോ കാണാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ പുതിയ പുതിയ വെറൈറ്റികളൊക്കെ ഞാൻ കാട്ടിത്തരുന്നതായിരിക്കും. അപ്പോൾ ഈ മസാല ദോശയ്ക്ക് നമുക്ക് ചമ്മന്തിയുടെ സാമ്പാറിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ കഴിക്കാവുന്നതാണ്. എങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചമ്മന്തി എടുക്കാം. ഞാനൊരു ശകലം ചമ്മന്തി എടുത്തിട്ടുണ്ട് ഒരു എരിവിന് വേണ്ടി. നല്ല ടേസ്റ്റാണ്. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.